ഇന്ന് ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഹമാസ് നേതാക്കന്മാരുടെ ഫോട്ടോകൾ ഉയർത്തി ആനപ്പുറത്ത് എഴുന്നള്ളത്ത് നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദു ഐക്യവേദി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അവർ ചെയ്തത് തെറ്റാണ്. നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ കാണിക്കുന്നത് തെറ്റാണ്. തീവ്രവാദികളുടെ ഫോട്ടോ വെച്ച് എഴുന്നള്ളത്ത് നടത്തുന്നു. ഇത് നമ്മുടെ രാജ്യത്ത് പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദു ഐക്യവേദി ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. എനിക്ക് ഹിന്ദു ഐക്യവേദി വ്യക്തികളോട് പറയുവാനുള്ളത്, ഇന്ത്യ ഗവൺമെൻറ് ഹമാസിനെ നിരോധിച്ചിട്ട് ഹമാസിനെതിരെ ഈ നിമിഷം വരെ ഒരു നിലപാടെടുത്തിട്ടുമില്ല നമ്മുടെ ഗവൺമെൻറ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. യുദ്ധം തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ എന്ത് ചെയ്തു? അവർക്ക് കൊണ്ടുവരുന്ന സാധനങ്ങളെല്ലാം നിരോധിച്ചു. ഇനിയും കൊണ്ടുവരാൻ പാടില്ല, തടഞ്ഞു. അപ്പോഴും ഇന്ത്യ ഗവൺമെൻറ് എന്ത് നിലപാടാണ് എടുത്തത്? അവർക്ക് മരുന്ന്, ആഹാരം, ഇതെല്ലാം ടൺ കണക്കിന് അയച്ചു കൊടുത്തില്ലേ? അത് ഹിന്ദു ഐക്യവേദിക്കാർ കണ്ടില്ല. പാലസ്തീൻ ഭരിക്കുന്ന ആരാ? ഹമാസ. ആ ഹമാസിനാണ് ഈ സഹായങ്ങളെല്ലാം കൈവിട്ട് ഇന്ത്യ ഗവൺമെൻറ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾക്ക് എന്തായിരുന്നു അതിനെ എതിർക്കാഞ്ഞത്? അത് കൊടുക്കാൻ പാടില്ല എന്ന് എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല? ഇപ്പോൾ ഒരു ഫോട്ടോ ഉയർത്തിയപ്പോഴാണോ നിങ്ങൾക്ക് പ്രശ്നമുണ്ടായത്? അതൊരു ശരിയായ നടപടിയല്ലേ? ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് നിങ്ങളുടെ നേതാവാണ് അല്ലേ? ഹിന്ദു ഐക്യവേദി BJPയുടെ ഒരു വലിയ അല്ലെ RSSകാരുടെ നേതാവാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി ഇസ്രായേലിൽ ചെന്നിട്ട് അവിടെ ചെന്ന് അവിടുത്തെ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ കെട്ടിപ്പിടിക്കുക, ഭയങ്കര സ്നേഹം കാണിക്കുക, ആത്മാർത്ഥ സ്നേഹമാണ്, ചങ്കാണ്, കരളാണെന്നുള്ള രീതിയിലാണ് അവിടെ പോയി ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പുറത്ത് വന്നിട്ട് എന്താ ചെയ്യുന്നത്? അവർക്കെതിരെ ഐക്യരാഷ്ട്രസഭയിൽ വോട്ട് ചെയ്യുക. ആർക്കെതിരെ? ഇസ്രായേലിനെതിരെ. അത് നിങ്ങൾ മനസ്സിലാക്കിയത് എന്താ? ഇന്ന് വരെ, ഈ നിമിഷം വരെയും ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രായേൽ എന്ന രാജ്യത്തിനെതിരെ എടുക്കുന്ന നിലപാടിലെല്ലാം സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇന്ത്യ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഇത് തന്നെ നരേന്ദ്രമോദിയുടെ ഒരു കള്ളത്തരമല്ലേ? അപ്പം എന്തെങ്കിലും അതിനകത്തൊരു ആത്മാർത്ഥത ഇസ്രായേൽ രാജ്യത്തോടുണ്ടോ? അവിടുത്തെ ജനങ്ങളോടുണ്ടോ? ഇല്ല. അപ്പം ഇതൊക്കെ ഒരു തട്ടിപ്പാണെന്നുള്ളത് സർവ്വജനത്തിന് മനസ്സിലായി. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെയുമുണ്ട് ഇവിടെയുമുണ്ട്, ഈ രണ്ടിടത്തുമുണ്ട് ഞങ്ങൾ. ഇതല്ലേ നരേന്ദ്രമോദിയുടെ നിലപാട്? ഇതിനെ ആർക്കെങ്കിലും അംഗീകരിക്കാൻ പറ്റുമോ? നമ്മുടെ പ്രയാസഘട്ടങ്ങളിൽ നമ്മളെ സഹായിച്ച ഇസ്രായേൽ ജനം അല്ലെങ്കിൽ ഇസ്രായേൽ ഗവൺമെൻറ് അതെല്ലാം മറന്നുകൊണ്ടല്ലേ നിലപാടെടുത്തുകൊണ്ടിരിക്കുന്നത്? എന്തെങ്കിലും സ്നേഹം
ഉണ്ടോ? ആ രാജ്യത്തോടുണ്ടോ? ഇല്ല. അപ്പോൾ ഇതൊക്കെ വെറും തട്ടിപ്പ് തന്നെയാണ് പുള്ളിക്കാരൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് മനസ്സിലാവുമല്ലോ, അത് നിങ്ങൾക്കും മനസ്സിലാവും. ഇപ്പം നിങ്ങളിപ്പോൾ ഇസ്രായേൽ ജനത്തോട് വലിയ സ്നേഹമൊക്കെ കാണിക്കുന്നു, അവർ നമ്മളെ സഹായിക്കുന്നില്ലേ, വിഷമഘട്ടത്തിലും ആപത്ത് ഘട്ടത്തിലൊക്കെ നമ്മളെ കൈയഴിച്ചവർ സഹായിച്ചു. എന്തുകൊണ്ട് നിങ്ങളുടെ ഗവൺമെൻറ് അത് അംഗീകരിക്കുന്നില്ല? ആ സ്നേഹം അവരോട് എന്തുകൊണ്ട് കാണിക്കുന്നില്ല എന്ന് നിങ്ങളെന്താ മനസ്സിലാക്കാത്ത? അല്ലെങ്കിൽ നിങ്ങളെന്താ ചോദ്യം ചെയ്യപ്പെടാത്ത? നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമല്ലേ അവർക്കെതിരെ വോട്ട് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അതൊരു കാപട്യമാണ്. സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഒരു കാപട്യമാണ് നമ്മുടെ നേതാവ് നരേന്ദ്രമോദി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൂറിപ്പുറത്ത് കിടക്കുന്നു. പാലസ്തീനോടാണ് ഇപ്പോഴും ആർക്ക് ഇഷ്ടം? ഇന്ത്യക്ക്. അവരെ ഒരിക്കലും തള്ളിപ്പറയാൻ കഴിയില്ല. എന്തെങ്കിലും തള്ളിപ്പറയുന്നുണ്ടോ? ഇല്ല. അപ്പം ഇസ്രായേലിൻ്റെ കൂടെ ഞങ്ങൾ നിൽക്കുമെന്ന് പറയുന്ന വെറും തട്ടിപ്പല്ലേ? നിങ്ങളെന്താ മനസ്സിലാക്കാത്ത? അപ്പം ഹമാസിനെ ഇവിടെ നിരോധിച്ചിട്ടില്ല. ഇന്ത്യയിലുണ്ടോ? ഇല്ല. ഹമാസിനെ നിരോധിച്ചിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റും? അവരെ അറസ്റ്റ് ചെയ്യണോ, നടപടി എടുക്കണമെന്ന് പറയാൻ പറ്റും? എന്താ ഗവൺമെൻറ് ഇത്ര സമയമായിട്ട് മിണ്ടുന്നില്ലല്ലോ? നിങ്ങളെന്താ അത് മനസ്സിലാക്കാത്ത? ഒരു നടപടിയില്ല. നമ്മുടെ ഇന്ത്യയിൽ അത് നിരോധിച്ചിട്ടുണ്ടെങ്കിൽ, ആ സംഘടനയെ നിരോധിച്ചിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കാമായിരുന്നു. പക്ഷെ അത് നിരോധിച്ചിട്ടില്ല. അപ്പോൾ അവർ അവിടെ ഫോട്ടോ ഉയർത്തിക്കൊണ്ടൊന്നും നമ്മളെന്തിനത് നമ്മളെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്? എന്തിനാണ്? നമ്മൾ വെറുതെ ഇരിക്കുക. നമുക്ക് പൂർണ്ണ പിന്തുണയാണ് അവർക്കുള്ളത്. ഇന്ത്യ ഗവൺമെൻറ് പൂർണ്ണ പിന്തുണയാണ് ഹമാസുകാർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ മിണ്ടാതിരിക്കുന്ന ഏറ്റവും നല്ലത്. പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതെ അവർ ഉയർത്തിക്കോട്ടെ, അവരെന്തെങ്കിലും ചെയ്യട്ടെ. ഇപ്പോൾ കേരള ഗവൺമെൻറ് അവരും പറയുന്നത് എന്താ? പോരാളികളല്ലേ. അപ്പോൾ അവർക്കെതിരെ നടപടി എടുക്കാൻ ഒക്കത്തില്ല. അപ്പോൾ ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കുക. നടപടി എടുക്കേണ്ടവർ മിണ്ടുന്നില്ല എങ്കിൽ പിന്നെ നമ്മളെന്തിനാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നേ? ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമാണ്. എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട്. അല്ല ഒരു കൂട്ടർക്ക് മാത്രമല്ല, എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. അവരതൊക്കെ ചെയ്യുന്നു. ഒക്കെ നമ്മൾ കാണുക, കേൾക്കുക, മിണ്ടാതിരിക്കുക, അത്രയേ ഉള്ളൂ. നമുക്കതിനെ ഒന്നും ചെയ്യാനൊന്നും ഒക്കത്തൊന്നുമില്ല. അത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ വെറുതെ സമൂഹത്തിൽ കൊണ്ടുവന്ന് നമ്മളെന്തിനാ വെറും മോശക്കാരാകുന്നേ? പാടില്ല. അതുകൊണ്ട് പൂർണ്ണമായി നമ്മുടെ ഗവൺമെൻറ് പലസ്തീനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. പൂർണ്ണമായ സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. ഇസ്രായേലിനെ കൂടെ പറ്റിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് നമ്മുടെ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കിയാൽ മതി. വേറെ കാര്യങ്ങളൊന്നും വേണ്ട. അതുകൊണ്ട് ഇങ്ങനെയുള്ള വിവാദങ്ങളുണ്ടാക്കി നമ്മുടെ നാടിന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതെ സമാധാനപരമായി കാര്യങ്ങൾ, ആരോഗ്യപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുക. അതാണ് നമുക്ക് ആവശ്യം.